ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. എവിടെയായിട്ടാണ് പോകുന്നത്? വാൾമാർട്ടിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫുഡ് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. പക്ഷെ തണുപ്പ് കുറവുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഓവർകോട്ടൊന്നും എടുത്തിട്ടില്ല. ഫുൾ കൈ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിരിക്കുന്നത്. ടീഷർട്ട് ഞാൻ കൊണ്ടുവന്ന ടീഷർട്ട്. എന്താണ് നിൻ്റെ അഭിപ്രായം? ഹീസ് എ ചായ ലവർ, സോ ഐ ബോട്ട് ദിസ് വൺ. എങ്ങനെയുണ്ട് ഷർട്ട്? വലിയ കുഴപ്പമില്ല. മെനക്ക് കൊള്ളാവുന്ന ഒരു തുണി ഇട്ട് പുറത്തിറങ്ങൂലേ. ഞാനാണ് ഇത്ര അടിപൊളിയായിട്ട് ഒരുക്കി പുറത്തു കൊണ്ടുവന്നത്. എന്നിട്ട് വലിയ കുഴപ്പമില്ലാന്ന്. സുന്ദരനായിട്ടുണ്ട്. ഇവിടുന്ന് കൊറേ ദൂരം ഉണ്ടോ? കൊറേ ദൂരം ഉണ്ടോ? 3 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ നേരെ ആദ്യം ഫുഡ് കഴിക്കാനായിട്ടാണ്. ഇത് ഏകദേശം രാത്രി ഒരു 8 മണി ആയിട്ടുണ്ട്. ഇവിടുത്തെ പുറത്ത് ലൈറ്റ് കണ്ടിട്ട് നോക്കണ്ട. ഇവിടെ 8 മണി 8:30 എന്തോ ആയിട്ടുണ്ട്. ആ സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത്. നമ്മൾ ആദ്യം ഫുഡ് ഓർഡർ ചെയ്യാന്ന് വെച്ചു. പിന്നെ പറഞ്ഞു ബൊഫേ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം അപ്പവും മട്ടൻ കറിയും പിന്നെ ഗ്രീൻ കളർ ചിക്കനും എടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ കപ്പയും പിന്നെ കൊഞ്ച് ഫ്രൈ അങ്ങനെ എന്തൊക്കെയോ എടുത്തു. മീൻ വറുത്തൊക്കെ പിന്നെ ചോറും ഒരിയൊക്കെ ഞാൻ എടുത്തു. ഏട്ടൻ പാൽക്കപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് നാട്ടിൽ പോലും ഇതുപോലത്തെ ഫുഡ് കിട്ടില്ല. അതുപോലെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ഡെസേർട്ട് എടുത്തു. ഡെസേർട്ട് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് കഴിച്ചു. പായസം വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഏകദേശം ഒരു 9 മണി 9:30 ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അപ്പം തന്നെ ഏകദേശം ടൈം നന്നായിട്ട് ലേറ്റ് ആയിട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ ഓടി ഇറങ്ങി ഷോപ്പിങ്ങിന് വിട്ടു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി ഗൈസ്. നിങ്ങൾ നേരത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ട ടൈം എന്ന് പറയുന്നത് രാത്രി 8 മണി 8:30 ആ ടൈമാണ് കേട്ടോ. ഇപ്പം ഏകദേശം 9:30 ഒക്കെ ആയിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനി ഊബറിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനിയാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത്. ഇവിടെ നമ്മൾ ഇരുട്ടാവാത്തതുകൊണ്ട് ഒരുപാട് ലേറ്റായിട്ട് ഇരുട്ടാവുന്നതുകൊണ്ട് നമുക്ക് സമയം അറിയാൻ പറ്റത്തേയില്ല. സമയം എന്തായിന്ന് അറിയില്ല. അങ്ങനെ നേരെ ഷോപ്പിങ്ങിന് വിട്ടു. നമ്മൾ പോയ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം കാര്യമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. പിന്നെ ബെഡ്ഷീറ്റ് ഒന്നും ഇല്ലാതെ വാങ്ങണം അങ്ങനെ എന്തെല്ലോ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഓരോന്നിൻ്റെ റേറ്റ് കാണുമ്പോൾ ഞാൻ തിരിച്ച് അതുപോലെ തന്നെ അവിടെ വെക്കും. നമ്മൾ നാട്ടിൽ 500 രൂപയ്ക്ക് വാങ്ങുന്ന സാധനമൊക്കെ ഇവിടെ 2000 രൂപ 3000 രൂപ കൊടുത്താലേ കിട്ടുള്ളൂ. വേണ്ട ബെഡ്ഷീറ്റ്. ഗായ്സ് ഞാനെൻ്റെ ലോകത്തെത്തിപ്പെട്ടു. ദൂരെ ലിപ്സ്റ്റിക് അതൊക്കെ കൈയൊക്കെ ഇങ്ങനെ തരിക്കുന്നു. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അതിനെ കെട്ടിയാൽ ശരിയാകും. അതുകൊണ്ട് ഞാൻ അതിലൊന്നും തൊട്ടിട്ടില്ല. ഞാൻ പക്ഷെ മേടിക്കും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചതേ ഞങ്ങൾ ഇറങ്ങി. ഒരു 1/2 മണിക്കൂറായിട്ട് ആ പുള്ളിക്കാരി അവിടെ സാധനം ബില്ല് ചെയ്യാൻ നിൽക്കുന്നു. എന്തോ ഒരു ഐറ്റംസാണ് വാങ്ങിക്കൂട്ടിയിരിക്കണേ. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങി ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. സാധനങ്ങളൊന്നും കാര്യമായിട്ട് കിട്ടിയില്ല. ഇനി നെക്സ്റ്റ് ഡേ ഇനിയും പോകണം വാങ്ങാനായിട്ട് ഓരോന്ന്. അങ്ങനെ വീട്ടിലെത്തി. പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്തു. എന്തൊക്കെയാണ് മേടിച്ചതെന്ന് കാണിച്ചു തരുമെന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞാൻ വിട്ടുപോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ച് അങ്ങനെ ഇരുന്ന് പോയി. ഇനി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വ്ളോഗൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം. നിങ്ങൾക്ക് എങ്ങനത്തെ രീതിയിലുള്ള വ്ളോഗാണ് ഇഷ്ടം എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ഷോർട്സ് ആണോ കൂടുതൽ ഇഷ്ടം, ഡെയിലി വ്ളോഗ്സ് ആണോ, എന്ത് വ്ളോഗ്സാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്.